സിറിയൻ ഭരണാധികാരിയായിരുന്ന അസദ് റഷ്യയിലേക്ക് ഓടിപ്പോയി. അതിനുശേഷം അയാളുടെ ഭാര്യ വിവാഹമോചനത്തിന് കേസ് കൊടുത്തു എന്നുള്ള വാർത്ത കേട്ടിരുന്നു. പിന്നീട് ഈ അസദിനെ കുറിച്ചൊന്നും കേൾക്കുന്നില്ല. ഇപ്പോൾ ജനറൽ SVR എന്ന് പറഞ്ഞിട്ടൊരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് റഷ്യയിലുള്ളത്, അതൊരു പഴയ ഉന്നത KGB ഓഫീസർ നടത്തുന്നതാണെന്നാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് ഈ ഞായറാഴ്ച അസദിന് അയാളുടെ അപ്പാർട്ട്മെൻറ്റിൽ വെച്ചിട്ട് വിഷം കൊടുത്തിട്ടുണ്ട് ആരോ. അപ്പോൾ ഞായറാഴ്ച ഉച്ചയ്ക്ക് ഇയാൾ രോഗം ബാധിച്ച് വീണു. ഭാര്യയായിരിക്കും അത് നമുക്ക് നോക്കണം. ഭാര്യയ്ക്ക് പക്ഷേ രക്താർബുദം ആണ്, ബ്ലഡ് ക്യാൻസർ ആണ്, അസ്മ. അപ്പം ബ്രിട്ടനിലേക്ക് തിരിച്ചു പോകണമെന്നാണ് ആഗ്രഹം. നടക്കില്ല, അത് വരുമ്പോൾ പറയാം. ഞായറാഴ്ച ഉച്ചയ്ക്ക് ഇങ്ങനെ അസുഖം ബാധിച്ച് അദ്ദേഹം വീണു. അസാസിനേഷൻ അറ്റംപ്റ്റ്, അതായത് വധശ്രമമാണെന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അയാൾക്കും സംശയം തോന്നി. അയാൾ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ടല്ലോ, അയാൾക്ക് ഇതെങ്ങനെയാണെന്നൊക്കെ അറിയാവുന്നതാണല്ലോ. അപ്പോൾ അയാളുടെ അംഗരക്ഷകരെയൊക്കെ അലർട്ട് ചെയ്തു. സുഖമില്ല, ഉടനെ ഡോക്ടർമാരെ വിളിക്കണം, ശ്വാസം കഴിക്കാൻ പറ്റുന്നില്ല, ശ്വാസതടസ്സമുണ്ട്, പിന്നെ ചികിത്സ അത്യാവശ്യമാണെന്ന് പറഞ്ഞ് ചുമയ്ക്കുന്നുണ്ടായിരുന്നു വല്ലാതെ. ചിലപ്പോൾ ഈ മറ്റേ തൊണ്ടയിൽ ആരോ കൊങ്ങിക്ക് പിടിച്ച പോലത്തെ ഫീലിംഗ് ഉണ്ട് എന്നൊക്കെ അയാൾ പറഞ്ഞു. ശ്വാസം വല്ലാതെ മുട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. ഡോക്ടർമാർ വന്നു, എന്നിട്ടും ശ്വാസം നേരെയൊന്നും ആയില്ല. തലവേദന ഉണ്ടായി, പിന്നെ അടിവയറ്റിൽ വേദന ഉണ്ടായി. പോയിസണിങ്ങിൻ്റെ ലക്ഷണങ്ങളെല്ലാം ഉണ്ട്. അടിവയറ്റിൽ വേദന. ഡോക്ടർമാർ വന്നപ്പോൾ പിന്നെയും വഷളായി. മോസ്കോയിലൊക്കെ പണ്ട് ഡോക്ടർമാർ വന്നാലും പ്രശ്നമാണ്. നമ്മൾ ലെനിൻ്റെ കൊലപാതകമൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതല്ലേ. സ്റ്റാലിൻ ഡോക്ടർമാരെയാണ് അയക്കുന്നത് പതുക്കെ പതുക്കെ കൊല്ലാനും ഒക്കെ. അപ്പോൾ അപ്പാർട്ട്മെൻറ്റിൽ ഒരു ട്രീറ്റ്മെൻറ്റ് റൂം, ചികിത്സയ്ക്കൊരു മുറി ശരിയാക്കി. ഇപ്പോൾ സ്ഥിതി സ്റ്റേബിൾ ആണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതായിട്ട് അവർ പറയുന്നില്ല. അവരുടെ ഒരു ട്രീറ്റ്മെന്റ് റൂം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡോക്ടർമാര് ചെല്ലുന്നത് ഇതിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് ആശുപത്രി കൊണ്ടുപോകാനുള്ള സാധ്യത ഒക്കെ കുറവാണ്. അപ്പോൾ വിഷം ചെന്നിട്ടുണ്ട്, അതിൻ്റെ ലക്ഷണങ്ങളാണ് എന്ന് ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ മാത്രമേ ഇത് വന്നിട്ടുള്ളൂ. അതിന് എവിടുന്നാണ് കിട്ടിയത് എന്നുള്ള ഉറവിടം, സോഴ്സ് അതിൽ പറഞ്ഞിട്ടില്ല. റഷ്യ ഇതിനെ സംബന്ധിച്ച് ഇത് ഇത്രയും വന്ന ശേഷം പ്രതികരിച്ചിട്ടുമില്ല. ഒരു പഴയ സ്പൈ ആയതുകൊണ്ട് അയാൾക്ക് കുറച്ച് വിവരങ്ങളൊക്കെ ഉണ്ടാവും ഇത് നടത്തുന്നതാണ്. ഈ UK എക്സ്പ്രസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഇതേ മാധ്യമത്തിൽ നേരത്തെ പുട്ടിനെ പറ്റിയൊക്കെ ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ജനറൽ SVR അതിൽ വന്നിട്ടുണ്ട്. പടികളിൽ നിന്നും പുട്ടിനൊരിക്കൽ വീണത് ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. ഡിസംബർ 8 മുതൽ അസദ് മോസ്കോയിലാണ്. പുടിൻ തന്നെയാണ് തീരുമാനിച്ചതെന്നാണ് പറയുന്നത്. അങ്ങനെ വേണമല്ലോ, ആൾക്ക് അഭയം കൊടുക്കുകയാണെങ്കിൽ പുടിൻ തന്നെയായിരിക്കണം തീരുമാനിച്ചത്. ഭാര്യ അസ്മ ഈ പറഞ്ഞ പോലെ കേസ് കൊടുത്തതായി വാർത്തകൾ വന്നിരുന്നു. പക്ഷെ ലണ്ടനിലെ ദ ടൈംസിൽ പറഞ്ഞിരിക്കുന്നത് UK അവർക്ക് വരാൻ ഒക്കില്ല, അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും. എന്താന്ന് വെച്ചാൽ ഇരട്ട പൗരത്വം ഉണ്ട്, പക്ഷെ അവരുടെ പാസ്പോർട്ട് വാലിഡ് അല്ല എന്ന് ദ ടൈംസിൽ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് സിറിയ UK പൗരത്വമുണ്ട് എന്നാണ് നമ്മളൊക്കെ നേരത്തെ അറിഞ്ഞിരുന്നത്. പക്ഷെ പാസ്പോർട്ട് വാലിഡ് അല്ല എന്ന് ദ ടൈംസ് പറയുന്നുണ്ട്. അത് എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞാണോ എന്താണോ നമുക്കറിയില്ല. ഇവർക്ക് ബ്ലഡ് ക്യാൻസർ ഉണ്ടെന്ന് ടെലഗ്രാഫിൽ പറയുന്നുണ്ട്. അപ്പോൾ അസുഖം മൂർച്ഛിച്ചുണ്ട്. 24 കൊല്ലത്തോളം അവിടെ ഭരിച്ചതാണ്. മയക്കുമരുന്നായിരുന്നു പ്രധാനപ്പെട്ട കുടുംബത്തിൻ്റെയൊക്കെ കച്ചവടം. ഇപ്പം എന്തായാലും പുറത്താക്കപ്പെട്ടു. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ആരാണ് വിഷം കൊടുത്തത്, എന്തിനാണ് എന്നൊന്നും ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആർക്കോ ഇയാളെ ഉന്മൂലനം ചെയ്യേണ്ട കാര്യമുണ്ട്. അതിപ്പോൾ ഈ റഷ്യയിൽ പുടിൻ്റെ സംരക്ഷണയിൽ കഴിയുമ്പോൾ പുറത്തുനിന്ന് ആരെങ്കിലും പോയി അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ടോ? ഞാൻ ആലോചിക്കുന്നത് സാർ, ഇത് ഒരുപക്ഷെ ഇപ്പം പുടിൻ എന്ന് പറഞ്ഞാൽ പഴയ KGB ആളാണ്. KGB എക്കാലത്തെയും പ്രധാനപ്പെട്ട ഒരു രീതിയായിരുന്നു.
ആളുകളെ എലിമിനേറ്റ് ചെയ്യുക, വിഷം കൊടുത്തൊക്കെ കൊല്ലുക എന്നുള്ളത്. സാറ് തന്നെ നേരത്തെ ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞ പോലെ ലെനിനെ ഉന്മൂലനം ചെയ്തത് സ്റ്റാലിൻ അയച്ച ഡോക്ടർമാർ ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്റ്റാലിനും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതെ അതെ അയാളെ NKVD ചാരസംഘടനയുടെ തന്നെ മേധാവിയായിരുന്നു. അതെ 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 അതൊക്കെ റഷ്യയിലെ മുൻകാല അനുഭവങ്ങൾ അങ്ങനെയാണ്. ഇതിൻ്റെയൊക്കെ ഉസ്താദാണ് പുടിൻ. പുടിൻ ലോകത്തിൻ്റെ പല ഭാഗത്തും റഷ്യയുടെ ശത്രുക്കൾ, റഷ്യയുടെ ശത്രുക്കളെന്നല്ല, പുത്തിൻ്റെ ശത്രുക്കളെ പുടിൻ ഉന്മൂലനം ചെയ്യുന്നതും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ജയിലിൽ നിന്ന് വരുന്നത് മൃതദേഹമായിട്ടാണ്. ഇങ്ങനെയൊക്കെ ഇത് പൊതുവെയുള്ള കാര്യമല്ല. അപ്പം അസദ് റഷ്യയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. സിറിയയിൽ ഖമീമം എയർബേസ് ഉൾപ്പെടെ റഷ്യയ്ക്ക് വേണ്ടി കൊടുത്തത് അസദാണ്. 2 എയർബേസ് കൊടുത്തത്, ഒരു നേവൽ അത് സോവിയറ്റ് യൂണിയന്റെ കാലം മുതലേ ഉള്ളതാണ്. നേവൽ താവളം, നാവിക താവളം, തിക്രിത്തോ അങ്ങനെ മറ്റാണ്. ആ താവളം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കപ്പലുകളൊക്കെ എടുത്തുകൊണ്ട് പോയി. ഈ അസദ് വീഴും മുമ്പ് റഷ്യ കപ്പലുകളൊക്കെ പിൻവലിച്ചുകൊണ്ട് പോയിരുന്നു. അസദ് വീഴാൻ പോകുന്നുവെന്ന് റഷ്യക്ക് അറിയാമായിരുന്നു. എന്നാൽ അസദിനെ സഹായിക്കുന്നൊരു നിലപാട് റഷ്യ എടുത്തുമില്ല. വേണമെങ്കിൽ റഷ്യക്കൊരു സൈനിക ഇടപെടലൊക്കെ നടത്തിക്കൊണ്ട് ഈ ജൊലാനിയുടെ HTS എന്ന് പറഞ്ഞാൽ കുറച്ച് പേരുള്ളൊരു ചെറിയ സേനയാണ്. അവിടെ ഒരു കാര്യം, ഈ അയാളുടെ ശരിക്കും പേര് ഗൊലാനി എന്നാണ്. അയാൾ ഗോലാൻ കുന്നുകളിലാണ് ജനിച്ചത്. അവിടുന്ന് അതാണ് നമ്മുടെ മനോരമ ഉൾപ്പെടെ മലയാളത്തിലെ പത്രങ്ങളിലെ ജുലാനി എന്ന് പറയുന്നത്. ഗോലാൻ കുന്നുകളിലാണ്. അതുകൊണ്ട് അയാളുടെ നിക്ക് നെയിമിൽ ഗൊലാനി എന്നാണ് നമ്മൾ ആദ്യം തൊട്ട് പറഞ്ഞത്. മുഹമ്മദ് ഗൊലാനി എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഗൊലാനിയുടെ ഈ സേന ചെറിയൊരു സേനയാണ്. അതിനെ വേണമെങ്കിൽ അസദിനെ സഹായിക്കണമെന്ന് റഷ്യക്ക് താല്പര്യമുണ്ടെങ്കിൽ റഷ്യൻ ആർമി അവിടെ ഉണ്ട്. ഖമീമത്തിൽ റഷ്യയുടെ സേനയുണ്ട്. വേണമെങ്കിൽ സഹായിക്കായിരുന്നു. അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് വ്യോമാക്രമണമൊക്കെ നടത്തിയിട്ട് ഇവരെ തുരത്താവുന്ന കാര്യമുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ജൊലാനിക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന തരത്തിലാണ് റഷ്യ ഒരു മൗനം പാലിച്ചതെന്ന് പറയാം. അസദിനെ കൊണ്ടുള്ള ആ മേഖലയിലെ റഷ്യയുടെ ആവശ്യങ്ങൾ കഴിഞ്ഞു. അത് കഴിഞ്ഞു. പിന്നെ അസദ് ആ സമയത്ത് ഇസ്രയേലിന്റെ ചാരനായിട്ട് മാറിയിരുന്നു എന്നൊരു സംശയമുണ്ട്. അപ്പോൾ ഏതായാലും ഒരു കാലത്ത് തങ്ങളുടെ സഹായിയായിരുന്ന അസദിനെ അവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്ത് റഷ്യ കൊണ്ടുപോയി. ഇനി റഷ്യക്ക് അത് തലവേദനയല്ലേ? ആവശ്യമില്ല, വേസ്റ്റാ. അയാളെ കൊണ്ട് പണം ഉണ്ടാക്കാനായിട്ട് പറ്റില്ല അസദിന്. അയാളുടെ പണം, വലിയ ഒരുപാട് സ്വർണം, ഒരുപാട് ഗോൾഡ്, നിരവധി അപ്പാർട്ട്മെൻറ്റുകളൊക്കെ മോസ്കോയിലുണ്ട്. അതൊക്കെ റഷ്യ ഇതിനിടയ്ക്ക് ഫ്രീസ് ചെയ്തു. പിന്നെ അപ്പോൾ ഇയാളെ വകവരുത്തി കഴിഞ്ഞാൽ അതൊക്കെ അവർക്ക് ഉപയോഗിക്കാം. പിന്നെ ലണ്ടനിലുള്ള HSBC തുടങ്ങിയ ബാങ്കുകളിലൊക്കെ അക്കൗണ്ടൊക്കെ അവിടെ മരവിപ്പിച്ചിരിക്കുക. ഇതൊന്നും റഷ്യക്ക് കിട്ടില്ല, അസദിനും കിട്ടില്ല. അല്ല, റഷ്യയിലുള്ളത് മരവിപ്പിച്ചത്, റഷ്യയിലുള്ളത് കിട്ടും. എന്തിനാണ് മരവിപ്പിച്ചത്? ഇയാളെ വരുവാണെങ്കിൽ ആ പണമൊക്കെ ഉപയോഗിച്ച് സുഖമായിട്ട് ജീവിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അസദിന്റെ അടുത്ത് പോയിട്ട് തോക്ക് കാണിച്ചിട്ടേ മോനെ ആ HSBC ബാങ്കുകളിൽ പിൻവലിച്ച് കുറച്ചിങ്ങ് വന്നേക്ക് എന്ന് പറയാനും സ്കോപ്പില്ല. അതാ പറഞ്ഞ ഫ്രീസ് ചെയ്തിരിക്കുക. അതെ, റഷ്യയിലുള്ളത് റഷ്യ അങ്ങ് എടുത്തു. അപ്പൊ ഇയാളെ സഹായിക്കാനാണെങ്കിൽ അതെ, ഒരുപാടുണ്ട്. 250 കിലോ സ്വർണ്ണം മറ്റുണ്ട്. പിന്നെ ഈ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിൽ കുറേ ഉണ്ട്. 18-19 അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അത്രയും പ്രോപ്പർട്ടീസ് ഉള്ളത് എന്തുകൊണ്ടാണ് ഇയാളെ റഷ്യയിലേക്ക് കൊണ്ടുവന്നപ്പോൾ റഷ്യ തന്നെ മരവിപ്പിച്ചത്? അയാളത് അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പോൾ ഒരുമാതിരി റഷ്യയുടെ ഒരു വീട്ടുതടങ്കൽ പോലെ കഴിയുകയാണ്. മാത്രമല്ല, റഷ്യക്ക് എത്ര കാലം ഇയാളെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റും? എന്തെല്ലാം കാര്യങ്ങൾ വേറെയുണ്ട്. അതുകൊണ്ട് അങ്ങ് തീരട്ടെ എന്ന് റഷ്യ തീരുമാനിച്ചത്. മാത്രമല്ല, ഈ ഭാര്യ അൺഹാപ്പി ആയിരുന്നു മോസ്കോയിൽ നിന്നുള്ള ന്യൂസ് ഉണ്ടല്ലോ. അതുകൊണ്ട് ഡിവോഴ്സ് പെറ്റീഷൻ എന്നൊക്കെ അവരെന്തുകൊണ്ട് അസംതൃപ്തയായി എന്നുള്ള പ്രശ്നമുണ്ട്. അത് തന്നെ ഈ പറഞ്ഞ പോലെ വലിയ പ്രതാപത്തിൽ രാജ്യത്തെ ഭരിച്ചു കൊണ്ടിരിക്കുന്ന ആളുടെ ഭാര്യയായി കഴിഞ്ഞ ആൾ മോസ്കോയിൽ വന്നിട്ട് പുറത്തിറങ്ങാൻ വയ്യല്ലോ. സുരക്ഷയിൽ, അതിസുരക്ഷയിൽ ഒരു അപ്പാർട്ട്മെൻറ്റിൽ കഴിയുന്നു എന്ന് വരുമ്പോഴത്തേക്ക് അവരെ സംബന്ധിച്ച്, മാത്രമല്ല അവരൊരു ബ്രിട്ടീഷ് ബോണാണ്. അവിടെ എല്ലാ സ്വാതന്ത്ര്യവും അനുഭവിച്ചു വളർന്ന ബ്രിട്ടീഷ് പൗരത്വമുള്ള, അവിടെ ജനിച്ചു വളർന്ന, സ്വാതന്ത്ര്യത്തിൻ്റെ വായുവൊക്കെ ശ്വസിച്ച് വളർന്ന ഒരാൾ അധികാരം കയ്യിലുണ്ടായിരുന്നു. അധികാരം കഴിഞ്ഞ് മറ്റൊരാളുടെ മെഴ്സിയിൽ കഴിയുക എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് ബോണായിട്ടുള്ള ഒരാൾക്ക് അത്ര സൂഹിക്കുന്നതല്ല. നമ്മൾ ചർച്ച ചെയ്യാതിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് മാത്രമായിട്ട് ചർച്ച ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ അസദിൻ്റെ കുടുംബത്തിലുള്ള കുറച്ച് സ്ത്രീകൾ എല്ലാവരെയും ലെബനനിൽ ഇപ്പോൾ പിടിച്ചു വച്ചിട്ടുണ്ട്. അവർ സിറിയയിൽ നിന്ന് അവരെ കടത്തിക്കൊണ്ടുവന്ന് ലെബനനിൽ കൊണ്ടുവന്നിട്ട് അവിടുന്ന് അവർക്ക് എങ്ങോടെങ്കിലും പോകാം, ട്രാവൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് അസദിൻ്റെ ബാപ്പയുടെ
കുടുംബത്തിൽപ്പെട്ടവരും ഒക്കെ ഈ സഹോദരന്മാരുടെ ബന്ധുക്കളും ഒക്കെ ആയിട്ടാണ് വന്നിരുന്നത്. ഒരാൾ അവിടുന്ന് ലെബനനിൽ നിന്ന് വന്നിട്ട് കടന്നു കളഞ്ഞു. പിന്നെ ലെബനനിൽ ഇപ്പോൾ കുറച്ച് പേരെ ഈ ബന്ധുക്കളായിട്ട് വെച്ചിട്ടുണ്ട്, പുറത്തേക്കൊന്നും ട്രാവൽ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട്. കഴിഞ്ഞ ആഴ്ച അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കുടുംബം മൊത്തത്തിൽ വേട്ടയാടപ്പെടുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ ഈ ഡ്രഗ് ലോഡുകളൊക്കെ ആയിട്ടുള്ള ആളുകൾ, പിന്നെ അതുമാത്രമല്ല ഇപ്പോൾ അസദിനെ പറ്റി നോക്കാനുള്ളൂ. ഇയാൾ മിഡിൽ ഈസ്റ്റ് മുഴുവൻ മറ്റേ ഡ്രഗ് വിതരണം ചെയ്തിരുന്ന ഒരാളാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറ്റവാളിയായിട്ടൊക്കെ അവിടെ നിന്നൊക്കെ കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിടികൂടി വിചാരണ ചെയ്യപ്പെടുകയൊക്കെ ചെയ്യും. അതിലും ഭേദം ഉന്മൂലനം ചെയ്യുക ആയിരിക്കാം. അത് ഏതായാലും ദുരൂഹമാണ്. നമ്മൾ ഇത്തരം കാര്യങ്ങളും നമ്മൾ പ്രേക്ഷകരെ അറിയിക്കണം എന്നുള്ളതുകൊണ്ടാണ് അസദിന് എന്ത് പറ്റി എന്നുള്ളത് ഒരു പുതിയ ഡെവലപ്മെൻ്റ് ഉണ്ടായപ്പോൾ നമ്മൾ പ്രേക്ഷകരായിട്ട് പങ്കുവച്ചു. അതിനപ്പുറത്ത് ഇതിന് വലിയ വാർത്താ പ്രാധാന്യം അത്രമാത്രം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വാർത്തയാണ്, അറിയേണ്ടതാണ്, നമ്മൾ അറിയിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.